എടാ വെച്ചു എന്തോ നാളെ ഏത് ദിവസമാണ്? നാളെ ബുധനാഴ്ച. വൈറ്റ് യൂണിഫോണാ? അല്ല അതെങ്ങനെ വന്നിട്ടുണ്ട്? നാളെ ബുധനാഴ്ച അല്ല. ബുധനാഴ്ച മാത്രമല്ലത്. പിന്നെ നാളെ വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. നാളെ ജൂൺ 26-ാം തീയതിയാ. 25-ാം തീയതി കഴിഞ്ഞാ പിന്നെ 26-ാം തീയതി എനിക്കറിയത്തില്ല. അത് മാത്രമല്ല വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. നാളെ ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി 1987 വെച്ചാണ് ഇത് തുടങ്ങിയത്. ഈ ദിനം തുടങ്ങി 1987 വെച്ചിട്ട് ജനറൽ അസംബ്ലി യോഗത്തില് ജൂൺ 26 ആഘോഷിക്കാന്ന് പറഞ്ഞു. ആഘോഷിക്കാൻ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാന്ന് തീരുമാനിച്ച്. നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടോ? പിന്നെ സ്പീച്ച് ഒക്കെ പറയണത്. നീയാണോ സ്പീച്ച് പറയണത്? ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തര്. എടാ ഈ സ്പീച്ചൊക്കെ നീ തയ്യാറാക്കിയ സ്പീച്ച്? പിന്നല്ല, ഇതൊന്നും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് എഴുതി തയ്യാറാക്കണല്ല. നിന്റെ മനസ്സിൽ ആ ഒരു ദിവസത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ നീ പറഞ്ഞാൽ മതി കേട്ടോ. അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. പറ. ഈ ലഹരി കാരണം ഇന്ത്യയിൽ എന്തോരം കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാവാ? ഇന്ത്യയില് വിദ്യാർത്ഥി സമൂഹത്തില് 12.5% ആൾക്കാര് ഹൈസ്കൂളിൽ നിന്ന് ഇതിന് അഡിക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മിഠായിയൊക്കെ ഇല്ല അത് മാത്രമല്ല, പിന്നെ 14% ഇന്ത്യയിലെ യുവാക്കള് 14% ആൾക്കാര് ഇതിന് അഡിക്റ്റാണ്. ഇന്ത്യയിൽ ഏകദേശം 16 കോടി പേര് 10 തൊട്ട് 75 വയസ്സ് വരെ ഉള്ളവരില് എത്രയും പേര് ഇതിന് അഡിക്റ്റാണ്. ലോകത്തിൽ ആകെയുള്ള കണക്കെടുത്താൽ പിന്നെ 1 ബില്യൺ 1 ബില്യൺ ആൾക്കാര് ഈ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് ഈ ലോകത്ത്. അല്ല, 200 മില്യൺ ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് 1 ബില്യൺ ആൾക്കാർ ഇത് കാരണം ഇൻഫെക്ഷൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്നോ അതിൽ കൂടുതൽ ഇൻഫെക്ഷൻസ്. ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളിടത്തെ ഈ മദ്യപിക്കുന്ന ആൾക്കാരെക്കാട്ടിയും കൂടുതൽ ഇതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്ന ആരാന്ന് പറയാവാ? അത് കുടുംബങ്ങൾ. ഓഫ് കോഴ്സ്, ഒരു മദ്യപിക്കുന്ന ആള് കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബം മൊത്തം തൊലഞ്ഞു പോച്ച്. സമാധാനം പോവും. ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ വെറൈറ്റി സാധനങ്ങളൊക്കെയാ. നിനക്കെങ്ങനെ അറിയാടാ? ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാ? കൊച്ചി എയർപോർട്ടിൽ പിടിച്ച്, അവിടെ പിടിച്ച്, ഇവിടെ പിടിച്ച്. ഇത് നാഷണൽ ജിയോഗ്രാഫിക്ക് ഇതിനെ കുറിച്ച് ഡോക്യുമെന്ററീസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ജിയോഗ്രാഫിക്കൊക്കെ വളരെ സമൂഹത്തിന് ദോഷമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഈ ഡ്രഗ്സ് എന്ന് വെച്ചാൽ സാധാരണ മരുന്നിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ഡ്രഗ് അബ്യൂസ്. അതായത് ഈ മരുന്നുകളെ അബ്യൂസ്, താൽക്കാലിക സുഖത്തിന് വേണ്ടി ഇതുപോലത്തെ മരുന്നുകളെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാര് അവരെ താൽക്കാലിക സുഖമായി, നോട്ട് ദ പോയിന്റ്, ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ നിൽക്കുന്ന സുഖത്തിന് വേണ്ടി അവരുടെ ശരീരത്തിനെ എന്നേക്കുമായിട്ട് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അവരുടെ കുടുംബത്തെ, സൊസൈറ്റിയിലെ ഈ പുതിയ കാലത്തെ മാഫിയകൾ, ഡ്രഗ് മാഫിയകൾ കുട്ടികളെയാണ് അവരുടെ ബിസിനസ്സായിട്ട് കാണുന്നത്. ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നീ ഒരു വിദ്യാർത്ഥിയാണല്ലോ, മകനാണ്. അപ്പൊ ഈ മദ്യപിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു മകൻ അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിനക്ക് ഈ ദിവസം ആ അച്ഛന്മാരോട്, കുടുംബത്ത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ, അവരോട് നിനക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു ദിവസം നിനക്ക് എന്താണ് നിന്റെ മനസ്സിൽ തോന്നുന്നത്? അവരോട് പറയാനുള്ള ഒരു കാരണം, ഇപ്പൊ ഒരു മകൻ ആ ഒരു ഇതിൽ നിന്നോണ്ട് നിനക്ക് എന്താണ് പറയാനുള്ളത് അവരോട്? കാരണം നിങ്ങളുടെ കുട്ടികളാണ് അനുഭവിക്കുന്നത്. കാരണം വീട്ടില് മദ്യപിച്ച് വരുന്ന അച്ഛനോ അമ്മമാരോ
അമ്മമാരും ഉണ്ട് ഇപ്പൊ ഈ കാലത്ത്. അവരോ ഇങ്ങനെ വരുമ്പോ കുട്ടികളുടെ മനസ്സിൽ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ, ഇങ്ങനെ പോയ കുഴപ്പമൊന്നുമില്ലല്ലോ, കൊള്ളാലോ, ഇവര് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ടല്ലോ കഴിച്ചിട്ട്, അങ്ങനെയുള്ള ചിന്ത ചില കുട്ടികളുടെ മനസ്സിൽ വരും. അവര് ഭാവിയിൽ ഇതിലും വലിയ ഡ്രഗ്സ് അടിക്കും. അപ്പൊ അങ്ങനെ സൊസൈറ്റി മൊത്തം ഇതാവാൻ കാരണം ഇതുപോലത്തെ ആദ്യമായിട്ട് ഒരാൾ അടിച്ച് പിന്നെ ബാക്കിയുള്ള ഒരാൾക്ക് കൊടുത്ത് അങ്ങനെയാണ് ഒരു ഇത് മൊത്തമാവുന്നത്. ഇപ്പൊ വിദ്യാലയത്തിൽ ഒരു കുട്ടി വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടത്തന്ന മിഠായി മേടിച്ച്, ആ മിഠായി അവന് ഇഷ്ടപ്പെട്ട്, പിന്നെയും മേടിച്ച്, മൂന്നാമതും മേടിച്ച്, ഈ 3 പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊടുത്ത്, 4ാമത്തെ പ്രാവശ്യം തൊട്ട് ഈ മിഠായി മേടിക്കണമെങ്കിൽ നീ 1000 രൂപ തരണമെന്ന് പറയും. കുറച്ച് 1000 രൂപ ഇല്ല, പക്ഷെ അവൻ ആ മിഠായി ഞാൻ അതിയായ ആഗ്രഹം വരും. അതാണ് ഡ്രഗ്സിന്റെ പവർ. അതായത് ഒരു പ്രാവശ്യം നിന്നവരെ നമ്മുടെ മനസ്സിന് വരെ അഡിക്റ്റ് ആയി പോകുന്ന ഡ്രഗ്സ് ഉണ്ട്. ഇത് കാരണം കുട്ടികൾ പഠനത്തിൽ ഇപ്പൊ വളരെ ബാക്കിലോട്ടാണ് ചില കുട്ടികളൊക്കെ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. ഓക്കെ, ഇത് മാക്സിമം ജനങ്ങളിലേക്ക് അല്ലേ, ജനങ്ങൾ ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടാകണം. പിന്നെ കുടുംബത്തൊക്കെ നന്നാവണമെങ്കിൽ അവരവർ തന്നെ അല്ലേ, ഒരു പരിധിവരെ അവരവർ തന്നെ വിചാരിക്കണ്ടേ. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്നറിയാവാ? അറിയില്ല. ഇതുപോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന 60% ആൾക്കാര് അതിനകത്ത് തിരിച്ചു വരാൻ നോക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പഠനം വരുന്നുണ്ട്. തിരിച്ചു വരാൻ നോക്കിയവരായിട്ട് 60% ആൾക്കാരോളം പറയുന്നുണ്ട്. ആണോ? പിന്നെ ഓക്കെ, അപ്പൊ നാളെ നന്നായിട്ട് സ്പീച്ച് പറയണം. നന്നായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഓക്കെ, ബൈ, താങ്ക് യു.